അപ്പൊ കൂട്ടുകാരെ, ഞാൻ എല്ലാം കൊറിയറെല്ലാം പാക്ക് ചെയ്ത് വിട്ടു. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു 5 പ്രാവശ്യത്തെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഞാനെല്ലാം ബെനിച്ചേട്ടൻ്റെ അടുത്ത് കൊടുത്തു വിട്ടു. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എന്റെ തിരക്കിലേക്ക് പോയി. പെട്ടൊന്നും വേണ്ടാത്ത അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പൊ തന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് കറണ്ട് വന്നത്. ഇപ്പൊ കറണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പം മഴ പെയ്യാനുള്ള ലക്ഷണമുണ്ട്. ഇത്രയും നേരം മഴ ഇല്ലാതെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോ ബാക്കിയുള്ള ഡിന്നർ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഞാൻ ഇത്രയും നേരം പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ലേബലൊക്കെ ഒട്ടിക്കാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. പിന്നെ ചോറൊക്കെ വെച്ചു. അങ്ങനെയൊക്കെ ഇനിയിപ്പോ കുറച്ച് ചിക്കനൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ മസാല സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള മസാലയാണ്. അതങ്ങ് പുരട്ടി കഴിഞ്ഞാൽ തന്നെ കിച്ചണിൽ മുഴുവൻ ആ ഒരു മസാലയുടെ സ്മെല്ലാണ് കേട്ടോ. അങ്ങനെയാണ്. മീൻകറി വെച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് പുരട്ടാൻ പറ്റുന്ന, യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള മസാലയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പം ഗരം മസാല എല്ലാവരും മേടിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരികയൊക്കെ പിഴിഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് ഫ്രൈ ചെയ്യണം. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ, നമ്മള് പിന്നെ ചോറൊക്കെ വെക്കുമ്പോൾ, ചോറൊന്നല്ല എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കുക്കിങ്ങിന് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ കുക്കിംഗ് റേഞ്ചിന്റെ ആ ഭാഗമൊക്കെ ഇങ്ങനെ സ്റ്റൗവിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒന്നുകിൽ കഞ്ഞിവെള്ളമൊക്കെ തിളച്ച് വീഴും, അല്ലെങ്കിൽ വെള്ളം വീഴും, എണ്ണ വീഴും, എങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ചിങ്ങനെ ഡേർട്ടായിട്ട് വരുമല്ലോ. ഓരോ വട്ടം കുക്കിംഗ് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം കുറച്ചൊരു വൃത്തികേടായിട്ട് അങ്ങനെ വരുമല്ലോ, കുക്കിംഗ് റേഞ്ചിന്റെ ആ ഭാഗം അല്ലെ സ്റ്റൗവിന്റെ ഒക്കെ ആ ഭാഗങ്ങൾ. അപ്പൊ അതെല്ലാം ക്ലീൻ ആക്കാൻ വളരെ എളുപ്പത്തിൽ ഒന്നുകിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവല് തന്നെ നനച്ചിട്ട് പിഴിഞ്ഞ് അത് പിന്നെ ക്ലീൻ ആക്കണം. പിന്നെ അതൊരു വൃത്തികേടായിട്ടിരിക്കും, അതിനൊക്കെ ഒരു സ്മെല്ല് പിടിച്ച് അങ്ങനെ ആ ഓവർ എണ്ണയും അങ്ങനെ എല്ലാം കൂടി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും അതിന് സെപ്പറേറ്റ് എന്തെങ്കിലും ഒരു ക്ലോത്ത് കരുതുന്നത് തന്നെയാണ് നല്ലത്. ഇതിനു മുമ്പ് നമ്മൾ 1-2 ടൈപ്പ് അങ്ങനത്തെ ക്ലോത്തുകൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിന് യൂസ്ഫുൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് നല്ല പ്രൊഡക്റ്റുകളുണ്ട് നമ്മുടെ അടുത്ത്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇന്ന് കാണിച്ചു തരാന്ന് ഓർത്തു. അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ തന്നെ ചോറ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കഞ്ഞിവെള്ളം എല്ലാം കൂടെ മൂടി വെച്ചിട്ടാ പോകുന്നത്. കഞ്ഞിവെള്ളം എല്ലാം കൂടെ തിളച്ച് അവിടെ വീണ് അതെല്ലാം അങ്ങനെ പാട് പിടിച്ച് പാട പോലെ അങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യം കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വൈപ്പിംഗ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ ക്ലീൻ ചെയ്യുന്നത്. അത് റീയൂസ് ചെയ്യാവുന്ന ടൈപ്പും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ കിച്ചണിൽ നിന്ന് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അത് രണ്ടും ഞാൻ കാണിച്ചു തരാം. അതിന്റെ കൂടെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളും കൂടി പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് കിച്ചണിൽ പോയി അതെല്ലാം എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ കൂട്ടുകാരെ, ഇതൊരു സാധാരണ ടിഷ്യൂ ബോക്സ് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് ടിഷ്യൂ ബോക്സ് തന്നെയാണ്, ടിഷ്യൂ പേപ്പർ തന്നെയാണ്, പേപ്പർ അല്ല, മൈക്രോ ഫൈബറിന്റെ ആണ്. ഈ ഒരു ക്ലോത്ത് ടൈപ്പ് ആണ് ഇത്. ടിഷ്യൂ ബോക്സ് തന്നെയാണ്, ടിഷ്യൂ തന്നെയാണ്, ഓക്കെ. പക്ഷെ ഇതിന്റെ ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഓരോ വട്ടവും നമ്മൾ എന്താണോ ക്ലീൻ ചെയ്യുന്നത്, ടേബിൾ ആകാം, ചിലപ്പോൾ നമ്മൾ മുഖമാകാം, അല്ലെങ്കിൽ കിച്ചണിലെ ആ ഒരു പിന്നെ കുക്ക് ചെയ്യുന്ന പാചകമാകാം, അല്ലെങ്കിൽ നമ്മളെ ടേബിൾ ആകാം, എന്തോ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇനിയിപ്പോ എന്തെങ്കിലും സാധനങ്ങൾ തുടയ്ക്കാനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ ഒരു മൈക്രോ ഫൈബറിന്റെ ഈ ടിഷ്യൂ ഇത് നമുക്ക് എത്രയോ വട്ടം നമുക്ക് റീയൂസ് ചെയ്യാം. കഴുകി അത് വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും, അത് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള 20 എണ്ണത്തിന്റെ ഒരു ടിഷ്യൂ ബോക്സ് ആണിത്. അപ്പൊ റീയൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള നമ്മുടെ ടിഷ്യൂ. ഇത് ഞാൻ കിച്ചണിൽ നിന്ന് കാണിച്ചു തരാം എങ്ങനെയാ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാ നമുക്ക് ഇത് വാഷ് ചെയ്ത് ഇടാൻ പറ്റുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് വളരെ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ട്രാവൽ ചെയ്യാൻ നേരത്താണെങ്കിലും, കുട്ടികളെയും കൊണ്ടൊക്കെ നടക്കുന്ന ടൈമിലാണെങ്കിലും, ഇല്ല നമുക്ക് കിച്ചണിലാണെങ്കിലും, ഇല്ല നമുക്ക് ഊണുമേശയിലാണെങ്കിലും, എവിടെ ആയിക്കോട്ടെ നമുക്ക് റീയൂസ് ചെയ്യാലോ. അല്ലെങ്കിൽ നമ്മളൊരു ടിഷ്യൂ ബോക്സ് മേടിക്കണമെങ്കിൽ എത്രയോ രൂപ, 98 അങ്ങനെയൊക്കെ ആവത്തില്ലേ, 100 രൂപേന്റെ അടുത്താവും എന്തായാലും അല്ലെ, ആ രീതിക്കാവും. എന്നിട്ട് ടിഷ്യൂ ബോക്സ് എന്ത് പെട്ടെന്ന് നമുക്ക് ടിഷ്യൂ ബോക്സ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ തീർന്നു പോണത് നമുക്ക് തന്നെ സങ്കടം വരും. 2-3 ടിഷ്യൂ ബോക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പെട്ടെന്ന് അത് തീർന്ന് പോകുന്നതെന്ന് ഓർത്തിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ടിഷ്യൂ ബോക്സ് വളരെ വളരെ ഉപകാരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. റീയൂസ് ചെയ്യാലോ, ഒരെണ്ണം എടുത്താൽ തന്നെ നമുക്ക് ഒത്തിരി നാളത്തേന് റീയൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ഒരെണ്ണം എടുത്താൽ മതിയല്ലോ. അപ്പൊ വളരെ വളരെ ഉപകാരമാണ്. നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് എപ്പോഴും കിച്ചണിലാണെങ്കിലും എല്ലാ സാധനങ്ങളാണെങ്കിലും തൂത്ത് തുടച്ച് വൃത്തിയാക്കി കൊണ്ട് നടക്കണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഇത് വളരെ വളരെ ഉപകാരമാണ്. അപ്പൊ 20 എണ്ണം ഉള്ള ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇപ്പൊ തന്നെ മെസ്സേജ് ഇട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ലിമിറ്റഡ്. ഇപ്പം 1000 എണ്ണം നമ്മുടെ അടുത്ത് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ തീർന്നു പോകും. പിന്നെ അത് എന്നാ നമുക്ക് വന്ന് കിട്ടുക നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയും നമ്മുടെ പല പ്രൊഡക്റ്റുകളും അങ്ങനെയാണ്. നമ്മൾ ഓർഡർ കൊടുക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം ബോംബെ പ്രൊഡക്റ്റുകളാണ്. പക്ഷെ ഓർഡർ കൊടുത്താലും എന്നാത് വന്നു കിട്ടാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ്, പുതിയ പുതിയ പ്രൊഡക്റ്റുകളാണ് അവരയക്കുക. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് നിങ്ങൾ കയ്യോട് മേടിച്ച് വെച്ചാൽ അത്രയും നല്ലത്. കാരണം എനിക്ക് പലപ്പോഴും മിക്കപ്പോഴും കാറ്റലോഗിൽ നിന്ന് ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ടാവില്ല. കുറേയൊക്കെ റിമൂവ് ചെയ്യും, ചിലപ്പോൾ ടൈം കിട്ടിയിട്ടില്ല, റിമൂവ് ആയിട്ടുണ്ടാവില്ല. അവസാനം നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് ചോദിച്ചു വരുമ്പോഴായിരിക്കും ഓൾറെഡി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ കുറേ പേർക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ ഒരേ വീഡിയോ ഇടുമ്പോഴും നിങ്ങളെ കാണിക്കുന്ന
പ്രൊഡക്റ്റുകൾ അപ്പൊ വേണമെങ്കിൽ അപ്പൊ തന്നെ മേടിച്ചു വെച്ചോളൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ടിഷ്യൂ ബോക്സിന്റെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂ ബോക്സിന്റെ കഥകൾ. ഇനി അടുത്ത ഒരു പ്രൊഡക്റ്റിലേക്ക് പോകാം. ഇതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരുന്നു ഈ 5 എണ്ണം ഉള്ള നമുക്ക് കിച്ചണിൽ നമ്മൾ കൈക്കലാന്നൊക്കെ പറയില്ലേ, കിച്ചണിലെ യൂസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടവല്. അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്രോ ഫൈബറിന്റെ 5 എണ്ണമാണ് ഇത്. ഒരു പാക്കറ്റിൽ 5 എണ്ണം ഉണ്ട്. വലിയ റേറ്റ് ഒന്നുമില്ല നമ്മുടെ ഒരു പ്രൊഡക്റ്റുകൾക്കും. അതുപോലെ ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് മൈക്രോ ഫൈബർ ആണ്. വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. വൈകുന്നേരം നമ്മൾ എല്ലാ ദിവസവും അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഒന്ന് കഴുകി, പിന്നെ സിങ്കിൽ തന്നെ ഒന്ന് കഴുകി നമ്മൾ നേരെ അവിടെ തന്നെ എന്തെങ്കിലും ഒരു സെറ്റപ്പിൽ വിരിച്ചിടുമല്ലോ. വിരിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടും. അതാണ് നമ്മുടെ മൈക്രോ ഫൈബറിന്റെ ഒരു ഗുണം. അപ്പൊ പിറ്റേ ദിവസം നമുക്ക് നല്ല വൃത്തിക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ 5 എണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് മാറി മാറി യൂസ് ചെയ്യും. 2 ഒക്കെ മതിയല്ലോ നമുക്ക് കിച്ചണില്. അപ്പം ഇത് നമുക്കിപ്പോ ഏകദേശം സ്റ്റോക്ക് ഔട്ട് ആവാനായിട്ടുണ്ട്. ഒരു മേബി ഒരു 15 എണ്ണം ഒക്കെ എന്റെ കയ്യിൽ ബാലൻസ് ഉള്ളൂ. അത്ര മാത്രം ഞാൻ കൊണ്ടുവന്നത്. അത് ഇതാ ഇനിയിപ്പോ ഇനിയിപ്പോ നമ്മൾ അത് ഓർഡർ കൊടുത്ത് എന്ന് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. എനിവേ അതിന് പകരം പുതിയ പ്രൊഡക്റ്റ് വരെ അയച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതും ഇതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതിനൊരു മൾട്ടി പർപ്പസ് യൂസും കൂടിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് വേറെ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ പ്രൊഡക്റ്റ്. അതായത് കിച്ചണിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വൈപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇതില് ചെറുനാരങ്ങയുടെ ഒരു ലോഷൻ ഒഴിച്ചേക്കുന്നത്. ചെറുനാരങ്ങയുടെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. വേറെ ഒരു ടോക്സിൻ അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. നല്ല ഒരു കൂളിംഗ് സ്മെല്ലും ഒരു തണുപ്പും പിന്നെ നല്ലൊരു വെറ്റായിട്ടുള്ള ഒരു ക്ലോത്തും കൂടിയായത്. ഇത് കണ്ടോ, ഇതിനകത്ത് ഒത്തിരി എണ്ണം ഉണ്ട്. ഇതാണെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലെ നല്ലൊരു ബോക്സിൽ നല്ലൊരു പ്രൊട്ടക്ഷനോട് കൂടിയായി ഇത് വന്നിരിക്കുന്ന. അത് ആദ്യം ഇവിടെ ഇങ്ങനെ തുറക്കുക. നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കവർ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ഓരോരോ പ്രൊഡക്റ്റുകളൊക്കെ തുറക്കുന്ന ഒരു ഫീൽ ആയത്. ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഓരോരോ ഇൻസ്ട്രുമെന്റുകൾ തുറക്കുന്ന ആ ഒരു ഫീൽ. ഓട്ടോക്ലൈവ് ഒക്കെ ചെയ്ത് സേവ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം തുറക്കുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഇൻസൈഡിൽ കൂടി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം ക്യാമറ വെച്ചിട്ട്. അതും കൂടി നമ്മളിതാ ഈ സൈഡിൽ ഇങ്ങനെ തുറക്കുക. ഇതുണ്ടോ, ഇങ്ങനെ ഇത് തുറക്കുക. അതിന്റെ ഉള്ളിലാണ് ഈ ഒരു വൈപ്പ് ചെയ്യാനുള്ള ഈ ഒരു വെറ്റായിട്ടുള്ള ചെറുനാരങ്ങയുടെ ലോഷനൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരെണ്ണം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ ഞാനത് ആ കിച്ചണിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കാം. ഓൾറെഡി ഞാനിപ്പോ കുക്ക് ചെയ്തിരിക്കുന്ന കഞ്ഞിവെള്ളമൊക്കെ വീട് നാശമായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അത് ഞാൻ ക്ലീൻ ആക്കി കാണിച്ചു തരാം നിങ്ങളുടെ മുമ്പിൽ തന്നെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തോ യൂസ്ഫുൾ ആണ്. എന്നിട്ട് ഇതാ ഇതേപോലെ അങ്ങ് അടച്ചു വെക്കാം. ഈ ഒരു അടപ്പും അങ്ങ് അടച്ചു വെക്കാം. ഇതുകൊണ്ട് ഭയങ്കര പ്രൊട്ടക്റ്റ് ആയിട്ട്, അതായത് ആ വെറ്റൊന്നും ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അത്രയും സേഫ്റ്റിയിലാണ് ഇത് റെഡിയാക്കിയേക്കുന്നത്. ഈ കവറൊന്നും പൊട്ടിക്കരുത് കേട്ടോ. ഈ ഒരു അടപ്പുകൾ തുറന്ന് മാത്രം എടുക്കുക. എന്തുമാത്രം ടിഷ്യൂ ഇതിനകത്ത് ഇവര് ഉൾക്കൊള്ളിച്ചേക്കണേന്നറിയോ. അപ്പൊ എത്ര നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നറിയോ. അടിപൊളി എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇത് എന്തുമാത്രം എന്റെ ടൈമും എനർജിയും സേവ് ചെയ്യുന്നതെന്നറിയോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനു വേണ്ടി ഒരു ക്ലോത്ത് തപ്പി അത് ക്ലീൻ ആക്കി അത് കഴുകി ഉണങ്ങാനായിട്ട് അങ്ങനെ 100 പ്രശ്നങ്ങള്. പിന്നെ അതിന്റെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അങ്ങനെയൊക്കെ 100. അപ്പൊ എനിക്കെപ്പോഴും ഇതുപോലെ എന്താ യൂസ് ആൻഡ് ത്രോ പോലെയുള്ള ഒരു സംഭവമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കിച്ചണിന്റെ ആ ഒരു കുക്ക് ചെയ്യുന്ന ഏരിയ അവിടെ എന്തായാലും ഭയങ്കരമായിട്ട് ഡേർട്ട് ഓയിലും കുക്ക് ചെയ്യുന്ന കുറെ കറിയുടെ മസാലകളും അത് ഇതെല്ലാം വീണിട്ട് നാശമായി കിടക്കുമല്ലോ. അപ്പൊ അതിന് ദൈവം ഇത് എന്തുമാത്രം ഉപകാരമാണെന്നറിയോ. അപ്പൊ ഇത് നമുക്ക് കിച്ചണിൽ പോയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ വേറെ കുറച്ച് പ്രൊഡക്റ്റുകളും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് കണ്ടോ കൂട്ടുകാരെ, കിച്ചണിൽ നമ്മുടെ ആ ഒരു ടവലിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോട്ട് ആയിട്ട് ഇത് മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത്രയുണ്ട്, 5 എണ്ണം ഉണ്ട് ഇതില്. ഇതിന്റെ ഒരു പാക്കറ്റ് മേടിക്കുവാണെങ്കിൽ നമുക്ക് കിച്ചണിലെ ടവലിന് യൂസ് ചെയ്യാൻ അടിപൊളിയായിട്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്തു അത് കഴിയുമ്പോൾ അതെടുത്ത് ടേബിളിലേക്ക് ഒന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും ഒരു സാധനം അതിലൊന്ന് പിടിച്ച് വാങ്ങി എടുത്ത് വെക്കണം. അങ്ങനെയൊക്കെയുള്ള എല്ലാ പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിച്ചൺ ടവലുകളാണ് കേട്ടോ. അതിൽ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ ടേബിളിലൊക്കെ വെള്ളം വീഴാം, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അല്ലെങ്കിൽ പിന്നെ അരിഞ്ഞ സാധനങ്ങൾ, പിന്നെ ആ ടേബിൾ ഒന്ന് വൈപ്പ് ചെയ്യണം. അങ്ങനത്തെ എല്ലാ സംഗതികൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കിച്ചൺ ടവലുകളാണ് ഇത്. 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ 5 എണ്ണത്തിൽ ഒരെണ്ണത്തിന്റെ വലിപ്പം ഇത്രയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കിച്ചൺ ടവലിന്റെ അതേപോലെ തന്നെയുള്ളത്. ഇപ്പൊ എന്നെ മാന്തി പറിച്ച് ഇതിന്റെ 10 വിരലും അരിവാട് പോലെ ഇരിക്കുന്നത് കുടുത്തി പിടിച്ച് ഇപ്പൊ എന്നെ മാന്തി കയറി ഒരു പരിപ്പെടുക്കും. അപ്പൊ ഇതാണ് നമുക്ക് കിച്ചൺ ടവലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 5 എണ്ണം ഉള്ള ഒരു പാക്കറ്റിൽ ഒരെണ്ണത്തിന്റെ ഒരു വലുപ്പോ ഒരു സ്ട്രക്ചറും ഒക്കെ ആയിട്ട്. ഇത് നൂല് വലിയോ അല്ലെങ്കിൽ നാശമായി പോവോ ഒന്നും ചെയ്യത്തില്ല. ഒത്തിരി നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തില്. ഇതിപ്പോ കിച്ചൺ യൂസിന് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ. ഇതിപ്പോ 1-2 എണ്ണം കിച്ചണിലേക്ക് എടുത്തു, ഓക്കെ. ബാക്കിയുള്ളത് 5 എണ്ണം ഉണ്ടല്ലോ. ബാക്കിയുള്ളത് നമുക്കൊരു ടവലായിട്ട് യൂസ് ചെയ്യാം. എവിടെയെങ്കിലും ട്രാവൽ പോകുമ്പോൾ ഒരു കുഞ്ഞ് ടർക്കി ആയിട്ട് യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ നടക്കുമ്പോൾ അവരെ ഇങ്ങനെ വൈപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ കുഞ്ഞു പിടിക്കാൻ ക്യാറ്റ് വന്ന് നിൽക്കുക.
അപ്പൊ അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഫൈബർ ആണ്, അടിപൊളിയാണ്, മേടിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഇനി എന്റെ കൂട്ടുകാരെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ ലേഡീസിന്, കാരണം നമ്മൾ കിച്ചണിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തുമാത്രം ജോലികളാ. അപ്പൊ നമ്മൾ പാത്രം കഴുകുമ്പോൾ നമ്മുടെ കൈവിരലെല്ലാം കൂടി അങ്ങ് ഡ്രൈ ആയിട്ട് ഒരുമാതിരി നഖം എല്ലാം പൊട്ടി ഒരുമാതിരി എന്താ പറയാ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുതുക്കിലെ കിളവിന്റെ ലുക്കാവും. നമുക്കിപ്പോ ഒരു 20 വയസ്സേ 30 വയസ്സേ ഉള്ളൂ എങ്കിൽ കൈയും ഒക്കെ വിരലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നഖമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുവാ ഇത് എന്ന് ചോദിക്കാൻ പാകത്തിന് അത്രയ്ക്ക് ചുക്കിച്ചുളിഞ്ഞ് ഏജായിട്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി തവണ പാത്രം കഴുകേണ്ടി വരും. ആ പാത്രം കഴുകുമ്പോൾ എല്ലാം നമ്മൾ ഈ ലോഷൻ ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആകും. അതിന് മുഴുവൻ കെമിക്കലാണല്ലോ ഈ ഒരു ലോഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് മുക്കിയിട്ട് വീണ്ടും നമ്മൾ കഴുകുമ്പോൾ ഭയങ്കര ഡ്രൈ ആകും. അപ്പൊ അതിനുള്ളൊരു പരിഹാരമാണ് ഇപ്പൊ ഞാൻ ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ വേറൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ ഇതിനൊരു സ്ക്രബിങ് എഫക്ട് ഉണ്ട്. ഇല്ലേ നമുക്ക് വേറെ എണ്ണം കൂടി ഉപയോഗിക്കാം. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കണ്ട പ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക്കിന്റെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തുള്ളി നമ്മുടെ കൈ നനയത്തില്ല, പ്ലസ് ഒരു വൃത്തികേടും ആവത്തില്ല, സോപ്പ് ആവത്തില്ല, വെള്ളം ആവത്തില്ല, ഒന്നും കെമിക്കൽ ആവത്തില്ല, ഒന്നുമില്ല. അടിപൊളിയായിട്ട് നമുക്ക് പാത്രം കഴുകിയിട്ട് ഇതൊന്ന് കഴുകി ആ പൈപ്പിൽ തന്നെ പിഴിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേന് ഇതിന്റെ ഉള്ളൊന്നും നനയാൻ പോകുന്നില്ല. അപ്പൊ ഇതിന്റെ പുറത്ത് തന്നെ കഴിയാൻ മതി. എന്നിട്ട് ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെയാണ്. ഇനിയിപ്പോ ഉണങ്ങിയില്ലേലും നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യാം. എന്നാലും ഒരേ വട്ടം നമ്മൾ പാത്രം കഴുകി കഴിയുമ്പോൾ ഇതൊന്ന് കഴുകണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൈപ്പിന്റെ താഴെ കഴുകി അവിടെ അങ്ങ് തൂക്കിയിട്ടേക്കാം. അടിപൊളിയാണ് കൂട്ടുകാരെ. എന്റെയൊക്കെ നഖം ഇങ്ങനത്തെ സംഗതികൾ യൂസ് ചെയ്തേ പിന്നെ നിലനിൽക്കാൻ തുടങ്ങിയ. അല്ലേന്ന് വെച്ചാൽ റബ്ബറിന്റെ ഗ്ലൗസ് അറിഞ്ഞ യൂസ് ചെയ്തോണ്ടിരുന്ന സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യും എന്തെങ്കിലും കയ്യില്, അല്ലെങ്കിൽ കൈവിരലൊക്കെ ഭയങ്കര വൃത്തികേടായി പോകും, അങ്ങനെ ആവുന്നുണ്ട്. പക്ഷെ ഈ ഒരു റബ്ബറിന്റെ ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ എന്നാന്ന് വെച്ചാൽ ഒരു 10 വട്ടം ഒക്കെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ 12 വട്ടമൊക്കെ നമ്മൾക്ക് പാത്രം കഴുകാൻ കിട്ടും. അപ്പോഴത്തേക്ക് അതിന് തുള വീഴും. തുളയെല്ലാം കീറി പോയിട്ട് നഷ്ടമാകും. അത് മേടിക്കണമെങ്കിൽ 190 രൂപയാണ് ഒരു പെയറിന്. 190 രൂപയ്ക്ക് ഒരു 12 വട്ടം പാത്രം കഴുകുമ്പോഴത്തേക്കും അത് തീരും. എന്റെയൊക്കെ എന്തുമാത്രം പൈസയായി ഈ ഒരു ഗ്ലൗസ് മേടിച്ച് തീർന്നുകൊണ്ടിരുന്നേന്നറിയോ. ഇത് നോക്ക്, 6 മാസം അല്ല 1 വർഷം ഉപയോഗിച്ചാൽ ഇത് നാശമായി പോത്തില്ല. അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഒരു പ്രാവശ്യം ഇതിന് 10-100 രൂപ മുടക്കി ഇത് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഉപകാരം കൂട്ടുകാരെ. എത്ര കാലം നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോ 2 പേര് മേടിക്കണേ 2 പേര് രണ്ടെണ്ണം വേണേ. അയ്യോ അതിനടുത്തേ പോയിട്ട് അങ്ങെടുത്തോണ്ട് വന്നേ. അപ്പൊ 2 എണ്ണം എന്തായാലും മേടിക്കണേ. 2 കയ്യിൽ വിട്ടിട്ട് നമുക്ക് പാത്രം കഴുകാം. ഓക്കെ, ഇതുപോലെ ഒരു പേറും കൂടി മേടിച്ച് വെക്കുകയാണെങ്കിൽ അടിപൊളിയായി. ഇനിയിപ്പോ വേണ്ട ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാലത്തിന് 2 മേടിച്ച് വെക്കാൻ പറഞ്ഞ എന്തെങ്കിലും സ്റ്റോക്ക് ഔട്ട് ആയാൽ പിന്നെ കിട്ടത്തില്ലല്ലോ, ഇത് പോയി കഴിയുമ്പോ. അങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഇല്ല ഒരു പേര് മേടിക്കൂ. എന്നിട്ട് നിങ്ങൾ ഇന്ന് യൂസ് ചെയ്ത് നോക്കൂ. കൈവിരലൊക്കെ എന്ത് ഭംഗിയായിട്ടിരിക്കും. ക്യൂടെക്സ് ഇട്ടാൽ പോലെ നമ്മൾ എപ്പോഴും പാത്രം കഴുകിയുമ്പോ ഈ സോപ്പും വെള്ളം ആയി കഴിയുമ്പോൾ നമ്മൾ ക്യൂടെക്സ് ഇട്ടാൽ അതും പോകും, എല്ലാം പോകും, നാശമായിട്ട്. കൈവിരലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് ഭയങ്കര പെട്ടെന്ന് കിളവി ലുക്കായിട്ട് ഡ്രൈ ആയിട്ട്. നമുക്ക് വീട്ടിൽ നടക്കുമ്പോ കുഴപ്പമില്ല, പക്ഷെ എവിടെയെങ്കിലും പോയി നമ്മളിപ്പം എന്തെങ്കിലും ഒന്ന് സൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ട് മറ്റുള്ളവർ ഇരിക്കുന്ന ഒബ്സർവ് ചെയ്യുന്ന വിധത്തിലൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൈയും വിരലും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര വിഷമം തോന്നുന്നത്. ദൈവമേ, അതിന്റെ ഇടയ്ക്ക് അവരെങ്ങാനും നമ്മൾ നോക്കിയാൽ പിന്നെ തീർന്നു. അയ്യോ എന്റെ കൈയായിട്ടാണോ നോക്കണേ, എന്റെ കൈന്റെ വൃത്തിയിലാണോ നോക്കുന്നത്, അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ എപ്പോഴും നമ്മളിങ്ങനെ പാത്രമൊക്കെ കഴിയുമ്പോൾ ഈ നഖത്തിന്റെ അകത്ത് മുഴുവൻ ചെളി കയറിയിട്ട് ഒരുമാതിരിയായിട്ട് ഒരു ഡിസ്കളറേഷൻ ആയിട്ട് വൃത്തികേടായിട്ടിരിക്കും. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഇപ്പൊ നഖം വളർത്തിയേക്കുന്നവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയൊക്കെ നോക്കിയാലും ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. മേടിക്കാതെ ഇരിക്കരുത്, ഉറപ്പായിട്ട് മേടിച്ചോളൂ. അത്രയ്ക്ക് യൂസ്ഫുൾ ആണ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും യൂസ്ഫുൾ ആണ്. അതുപോലെ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുന്ന എനിക്ക് ഉപകാരമുള്ള അത്ര 100% ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വിൽക്കാനിടുള്ളൂ. അത് നിങ്ങൾ മേടിച്ചിട്ട് അയ്യോ അത് ഭയങ്കര നഷ്ടമായി, എന്റെ പൈസ പോയി, ചേച്ചിയുടെ അടുത്ത് സാധനം മേടിച്ചിട്ട് അങ്ങനെ ഒരു വാക്ക് പറയാൻ ഞാനായിട്ട് തരത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് മേടിച്ച് വെച്ചോളൂ കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കണ്ടോ, ബോട്ടിൽ ബ്രഷിന്റെ വേറെ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്. ഇത്രയും നീളമുണ്ട്. ഇതിന് മസാജ് ചെയ്ത് കൊടുക്കാൻ ഞാൻ കുഞ്ഞു സാധനം അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഫൊറൊക്കെ ചേർത്തിട്ട് മാതുന്ന സാധനം അത് വെച്ചിട്ട് ഇതിനിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി ഇതിനിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ കിടന്ന് ചിറകൊക്കെ വിരിച്ചു തരും. ഞാൻ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും കണ്ടാൽ അത് കൊത്തിപ്പറിച്ച് ഉള്ള മുത്തുകളെല്ലാം കൊത്തിക്കളയും. എന്റെ ഒരു ഒറ്റ ബട്ടൺസ് ഉണ്ടാകത്തില്ല ഇതിനെടുത്തുകൊണ്ട് നടക്കുമ്പോ നെറ്റിക്കിടുന്ന ഉടുപ്പുകൾക്ക്. അതൊക്കെയാണ് പ്രശ്നം. അപ്പൊ പറഞ്ഞു വന്നത്, ഇത് നമ്മുടെ ബോട്ടിൽ ബ്രഷ് കണ്ടോ, ഒരു വലിയ ഫ്ലാസ്കിന്റെ നീളമുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം എന്തെങ്കിലും ഫ്ലാസ്ക് അല്ലെങ്കിൽ ചില ഗ്ലാസ്സുകളൊക്കെ നമ്മൾ വല്ലപ്പോഴും ഇതുപോലെ വൃത്തിക്ക് കഴുകില്ലേ അതിന്റെ ഉള്ളെല്ലാം ഇങ്ങനെ ഒരുമാതിരി കറ പിടിച്ച് ഭയങ്കര വൃത്തികേടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് അത് വലിയ ബ്രഷ് ഒന്നും ഉപയോഗിച്ച് അതിനകത്ത് കഴുകാൻ പറ്റില്ല. അത് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഒന്നും ഇട്ട് അതിന്റെ ഉള്ളിലേക്ക് കഴുകാൻ പറ്റത്തില്ല. അപ്പൊ അതിനൊക്കെ ഉപകാരമാണ്. ഇത് റബ്ബറിന്റെയാണ്, അപ്പൊ പോകത്തുമില്ല, അടിപൊളിയാണ്, പോറില് വീഴത്തുമില്ല, അടിപൊളി സാധനം. എന്നാൽ ഇത് നല്ല ഇങ്ങനെ അരവുള്ള ബ്രഷിൽ മിണ്ടാതിരിക്കും ഞാൻ.
അപ്പൊ അരയുള്ള ബ്രിസ്റ്റിലും ഉണ്ട്. അപ്പൊ ഇത് അടിപൊളിയാണ് കൂട്ടുകാരെ, ഇത് മേടിച്ചോളൂ കേട്ടോ. ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. സ്റ്റോക്ക് ഔട്ട് ആയ സാധനം പുതിയത് വന്നാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നേ ഉള്ളൂ. അടുത്ത നമ്മുടെ ലൈറ്റർ ഇതിന്റെ ഇടയ്ക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന, ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേബിളും കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ലൈറ്ററാണ്. ഞാൻ ഇതാണ് ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആവശ്യമുള്ളവർ മേടിച്ചോളൂ. സ്റ്റോക്ക് ഔട്ട് ആയി. രണ്ടാമത് സ്റ്റോക്ക് ഇൻ ആയത് എല്ലാം ഞാൻ ജസ്റ്റ് കാണിക്കും. തേങ്ങ കമ്പനിന്റെ ഇടയ്ക്ക് കുറെ പേർക്ക് കിട്ടിയില്ലായിരുന്നു. ഇത് അത്രയ്ക്ക് നഷ്ടം. ഓക്കെ, ഞാനിപ്പോ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് കിച്ചണിൽ വൈപ്പ് ചെയ്യുന്ന ആ കൂട്ടത്തിൽ, കിച്ചണിൽ നമ്മുടെ ടവൽ വൈപ്പ് ചെയ്ത് കാണിച്ചു തരുന്ന കൂട്ടത്തിൽ തേങ്ങ എങ്ങനെ കൊത്തിയെടുക്കാൻ എളുപ്പത്തിലുള്ള എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. കാരണം എനിക്കിപ്പോ കുറച്ചു നേരം കഴിയുമ്പോൾ കുഴിക്കട്ട ഉണ്ടാക്കി തിന്നാൻ ഒരു കൊതി. അപ്പൊ എന്തായാലും തേങ്ങ പൊട്ടിക്കണം ചിരകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇത് കൊത്തിയെടുക്കുന്നതെന്ന്. എന്തോ യൂസ്ഫുൾ, എന്തുമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതെന്നറിയോ. ഇത് മേടിച്ചിട്ട് നഷ്ടമാണ്. ഇതാണെങ്കിൽ എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആവുക. സ്റ്റീലിന്റെ ആകുമ്പോൾ ഇതിന് അത്യാവശ്യം കുറച്ച് വിലയുണ്ടല്ലോ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ. അപ്പൊ നമ്മൾ ഇത് തന്നെ ഒരു 600 എണ്ണം ഒക്കെ മേടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം പൈസയാവും. ഒന്നിച്ച് നമ്മൾ ബൾക്കായിട്ട് എടുക്കും. പിന്നെ ബാക്കി പ്രൊഡക്റ്റുകൾ എല്ലാം എനിക്ക് മേടിക്കണമല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുകയാണ്. ഇപ്പൊ ഇത് സ്റ്റോക്ക് ഇൻ ആയിട്ടുണ്ട്. പക്ഷെ ഒത്തിരി എന്റെ അടുത്തില്ല. ഒരു 150 എണ്ണം 160 എണ്ണം ഒക്കെ എന്റെ അടുത്തുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ടപ്പ് മേടിച്ചു വെച്ചോ. സ്റ്റീലാണ്. ഈ ജന്മം നമ്മുടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ട് പോകും. അത്രയും പ്രയോജനമുള്ള സാധനമാണ്. അപ്പൊ എന്തായാലും മേടിച്ചു. പിന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അറിയാലോ, കുറെ പേർക്ക് അറിയില്ലാന്ന് തോന്നുന്നില്ലേ. നമ്മൾ ലോങ് ടൈം ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് ഔട്ട് ആവും. ഇപ്പൊ സ്റ്റോക്ക് ഇൻ ആയിട്ടുണ്ട്. അതായത് കഞ്ഞിയൊക്കെ വറുക്കുമ്പോൾ ഒന്നിച്ച് തിളച്ച വെള്ളം നമ്മുടെ മേത്തോട്ട് വീണ് കൊള്ളാതിരിക്കാൻ. നമ്മളിപ്പോ പിള്ളേരൊക്കെ കഞ്ഞി വറുക്കാനൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്നെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. കാരണം കൈ ഇങ്ങനെ മറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊള്ളലൊക്കെ ഏൽക്കാനൊക്കെ നല്ല സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിന് നിറയെ ഹോളുണ്ട്. അപ്പൊ ഇതിനൊരു പ്രത്യേക ഒരു രീതിയിൽ ഒന്നിച്ച് ഇങ്ങനെ വെള്ളം എല്ലാം കൂടി തെളുമ്പി നമ്മളെ മേത്തോട്ട് വീഴുവോ, അല്ലെങ്കിൽ ചൂട് കാരണം നമ്മൾ കൈ പെട്ടെന്ന് വിട്ടിട്ട് അതെല്ലാം കൂടി ചോറും വെള്ളവും എല്ലാം കൂടി മറിഞ്ഞു വീഴും ഒന്നും ചെയ്യില്ല. ഇതിനകത്തോടെയുള്ള ഹോളിൽ കൂടെയും കൂടി വെള്ളം വീഴും, ആ സൈഡിൽ കൂടെ ഇതും കൂടി. അപ്പൊ നമ്മുടെ മേത്തോട്ട് പിന്നെ തെന്നി വീഴത്തേയില്ല. ഒരു കാരണം വെച്ചാൽ ആ വാർക്കക്കലത്തിലേക്ക് മര്യാദയ്ക്ക് വെള്ളത്തിന് അപകടം ഇല്ലാത്ത വിധത്തെ വീണോളൂ. ഇത് ഞാൻ ഒരു പ്രാവശ്യം കഞ്ഞി വാർത്ത തന്നെ നിങ്ങളെ കാണിച്ചു തരാം. അല്ലാത്തത് യൂസ് ചെയ്യുമ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള ചേഞ്ചസ് കേട്ടോ. അപ്പൊ ഇതെന്തായാലും മേടിച്ചു വെച്ചോളൂ. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ്. ഇപ്പൊ സ്റ്റോക്ക് ഇൻ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ. ബൈ ദ വേ, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു മാല കണ്ടോ, അടിപൊളിയാണ് കൂട്ടുകാരെ. ഇതിന്റെ ഒരു 100 എണ്ണത്തിന്റെ ഒക്കെ അടുത്ത് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അടിപൊളിയാണ് കൂട്ടുകാരെ. എന്ത് രസമാണെന്ന് നോക്കിയേ. സാരിക്കോ ഇങ്ങനത്തെ മോഡേൺ ഡ്രസ്സിനോ എന്തിനു വേണ്ടി, ചുരിദാറിന് എന്തിനു വേണ്ടി ഇടാൻ പറ്റുന്ന വിധത്തില് ലെന്ത് കൂട്ടാട്ടോ. ഇത് ഫുൾ ലെന്താണ്. അത് കഴുത്തേല് നമ്മൾ പുറകിൽ ലോക്ക് ചെയ്തിട്ട് മുന്നോട്ടേക്ക് അതിന്റെ ബാലൻസ് വള്ളി ഞാൻ എടുത്തിട്ടേക്കണേ. അപ്പൊ അതിനൊരു മുത്ത് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗി. അപ്പൊ ഇത് ഭയങ്കര ഡിസൈൻ ആയിട്ട് വരുന്നുള്ളൂ. ഒരു ബട്ടർഫ്ലൈന്റെ ഡിസൈനുമാണ്. നല്ല ബ്ലാക്ക്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചരടിലാണത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. പിന്നെ അതിന്റെ തന്നെ കമ്മലും ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് കൂടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാരിന്റെ കൂടെയോ ഇങ്ങനത്തെ മോഡേൺ ഡ്രസ്സിന്റെ കൂടെയോ ജീൻസിന്റെ ടോപ്പിന്റെ കൂടെയോ ഒക്കെ സൂട്ടായി പോകുന്ന അടിപൊളിയായിട്ടുള്ളത്. ഇങ്ങനെ കുറെ ഓർണമെന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇടുന്ന ടൈപ്പ് ഏതെങ്കിലും വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്ന തന്നെ ഞാൻ ഇടുന്നേ. നിങ്ങൾ കണ്ടോട്ടെ എന്ന് ഓർത്ത് തന്നെ. അപ്പൊ അങ്ങനെ ചിലതൊക്കെ മാത്രമാണ് അല്ലാത്തുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഇത് സെയിൽ ചെയ്യുന്നതാണോ എന്നറിയാൻ വേണ്ടി വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പിന്നെ ഇപ്പൊ എല്ലാവരും മേടിക്കുന്നുണ്ട് ഈ പ്രൊഡക്റ്റ്. ഇതും കിച്ചണിന്റെ യൂസിന് വേണ്ടിയിട്ടുള്ള കഞ്ഞിയോ കറിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നേരെ ഫ്ലോറിലേക്ക് എടുത്തു വെക്കാതെ ഒരു തട്ട്, നമ്മൾ പറയില്ലേ തിരികട അങ്ങനെയൊക്കെ പറയില്ലേ, പണ്ടൊക്കെ അമ്മമാർ ഉപയോഗിക്കുന്ന റൗണ്ട് രീതിയിലുള്ള സാധനം. അതിന് പകരം ഇപ്പം മോഡേൺ ആയിട്ടുള്ള മെറ്റലാണ് നടുക്ക്, മെറ്റലിന്റെ മെഷ്, പിന്നെ തടിയാണിത്. പിന്നെ പുറകിൽ കണ്ടായതിന്റെ ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തെന്നി പോവോ അങ്ങനെയൊന്നുമില്ല. ഇതും അടിപൊളി സാധനമാണ്, എല്ലാവരും മേടിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എന്താണെങ്കിലും ആ ഒരു ഇപ്പം എന്തെങ്കിലും ഇതൊന്നും ആവാതിരിക്കാൻ, കരിയൊന്നും ആവാതിരിക്കാൻ, അല്ലെങ്കിൽ മാർക്കൊന്നും വീഴാതിരിക്കാൻ ടേബിളോ അല്ലെങ്കിൽ ഇങ്ങനെയോ അങ്ങനെയൊക്കെ മാർക്ക് ഊണുമേശയിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. അപ്പൊ അത് ഊണുമേശയിൽ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ചൂടാവത്തുമില്ല. അതിന്റെ ഒന്നും ഇപ്പൊ കറിയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന, ഇപ്പം ചട്ടിയപ്പടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നെങ്കിൽ അതിന്റെ ഒരു കരിയോ അങ്ങനത്തെ ആവത്തില്ല എവിടെ വെച്ചാലും. അങ്ങനെയുള്ള ഒരു മെറ്റലിന്റെ മെഷുള്ള തടിയുടെ ഒരു സെറ്റപ്പ് സാധനം നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നു. ഇനി എന്നെ പേര് പറയാൻ എനിക്കറിയത്തില്ല. എനിവേ നിങ്ങൾക്ക് ഇതിന്റെ യൂസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണിത് കേട്ടോ. അത് ആവശ്യമുള്ളൊരു വാട്സപ്പിലേക്ക് പറയാം. ഇനി ഇതാ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് സ്റ്റോക്ക് ഇൻ ആയിട്ടുള്ളതാണ് നമ്മുടെ തവി. ഇതാ ഇത്ര നീളമുള്ള ടൈപ്പ് തവിയെ ഈ പ്രാവശ്യം സെൻഡ് ചെയ്തേക്കണവര്. അടിപൊളിയാണ് കൂട്ടുകാരെ. ഒരു രക്ഷയില്ല കേട്ടോ ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഇതതിന്റെ ചെറുത്, കറിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ കേട്ടോ. അപ്പൊ നമ്മൾ ലോങ് ടൈം ആയിട്ട് ചിരട്ടത്തവി അതാണ് യൂസ് ചെയ്യുന്നത്. ചിരട്ടത്തവി നല്ലതാണ്. പക്ഷെ ചിരട്ടത്തവി ഇപ്പൊ ഈ മോഡേൺ ആയിട്ട് വരുന്ന ചിരട്ടത്തവി എല്ലാം ഈ കോലയിലേക്ക് ഫിക്സ്
ഫിക്സ് ചെയ്ത് 2 ആണി, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അത് അവിടെ വെച്ച് ഒടിഞ്ഞു പോകും, അല്ലെങ്കിൽ ആണി അങ്ങ് പിന്നെ എന്താ പൊട്ടിപ്പോവും. ആണിന്റെ ഭാഗം പൊടിഞ്ഞു പോകും. അപ്പൊ അത് യൂസ് ഇല്ലാതെയും 10, 150, 160 രൂപ കൊടുത്തിട്ട് നമ്മളൊരു തവി മേടിച്ചോണ്ട് വരും. കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് പോകും. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇതും പറഞ്ഞ പോലെ അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൈമാറിയിട്ട് പോകാം. കാരണം ഇത് ഇതേ തന്നെ ബിൽഡ് ചെയ്തേക്കുവാണ്. ആണിയോ അങ്ങനത്തെ സെറ്റപ്പോ ബെൻഡോ ഒന്നുമില്ല, തടിയെ തന്നെ മേക്ക് ചെയ്തേക്കുവാണ്. അതുകൊണ്ട് ഇത് ഒരു കാനോശ പോലെ ഒരു 3 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന തവിയൊക്കെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇതേപോലെയുള്ള തവികൾ. അപ്പം ധൈര്യമായിട്ട് മേടിക്കാം. പിന്നെ അടിപൊളി ക്ലാസ് ലുക്ക് അല്ലേ. പിന്നെ നമുക്കൊരു നൊസ്റ്റാൾജിയും കൂടിയാണ് കുക്കിങ്ങിനൊക്കെ നമ്മളിങ്ങനെ മരത്തവി ഉപയോഗിക്കുന്നത് അല്ലെ. എനിക്കിപ്പോ സ്റ്റീൽ തവി ഉപയോഗിച്ചിട്ട് ഒരു സാധനം എടുക്കാന്ന് പറയുന്ന സ്പൂണുകൾ ഞാൻ ഉപയോഗിക്കും, പിന്നെ ഇത് സ്റ്റീലിന്റെ ഒക്കെ. അല്ല തവി എനിക്ക് വേറെ ഒരു സ്റ്റീല് അലുമിനിയം ഒന്നും എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. എനിക്ക് മരത്തവി തന്നെ കിട്ടിയാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അതുകൊണ്ട് എന്റെ കിച്ചണിൽ ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ മരത്തവികളാണ്. അപ്പൊ നിങ്ങളും ആ ഒരു ക്ലാസ്സിൽ ടച്ചൊക്കെ വരാൻ അടിപൊളിയായിട്ട്, പിന്നെ മനസ്സിന് സന്തോഷം, അതിന് വേണ്ടിയിട്ട് മേടിച്ചു വെച്ചോളൂ കേട്ടോ. 2 എണ്ണം മേടിച്ച് അടിപൊളിയായി. ഇപ്പോൾ 1 എണ്ണം കറിക്കും, അങ്ങനെ 2 എണ്ണം ഇതേപോലത്തെ ആണെങ്കിൽ ചോറിനും ചാറ് കറിക്കും തോരൻ കറിക്കും ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അടിപൊളിയാണ്. ആവശ്യമുള്ളവര് നേരെ വാട്സാപ്പിലേക്ക് വരും. ഇനി 2 പ്രൊഡക്റ്റും കൂടിയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത്. ഇത് എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. ഇതും ഇപ്പൊ സ്റ്റോക്കിനായിട്ടുണ്ട്. ഇടയ്ക്ക് ഇതൊന്നും തീർന്നു പോയായിരുന്നേ. അപ്പൊ ഇതെന്ന് വെച്ചാൽ മൈക്രോഫൈബറിന്റെ തന്നെ നമ്മളിപ്പോ ടേബിളോ അല്ലെ എവിടെ വേണേൽ നമുക്കൊന്ന് വൈപ്പ് ചെയ്യണം, നനച്ചിട്ട് നമുക്കിതൊന്ന് പിന്നെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തുടയ്ക്കണം. ഇപ്പം ഊണ് മേശ ഒന്ന് തുടയ്ക്കണം, നമ്മൾ കൈയിട്ട് ടർക്കി ടവലിട്ടുകൊണ്ട് തുടച്ചു നടക്കണ്ടല്ലോ. ഇതാകുമ്പോൾ ഇതിന്റെ പിടിയുണ്ട്. അങ്ങനെ ഇത് വേണമെങ്കിൽ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് കഴുകാം. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ റിമൂവ് ചെയ്യാൻ നിൽക്കത്തില്ല. ഇത് തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് അങ്ങ് പിന്നെ കഴുകിയിടും, എന്നിട്ട് ഉണങ്ങാനിടും. പെട്ടെന്ന് തന്നെ ഇവിടെ കൊളുത്തിയിടാനും പറ്റും കേട്ടോ. അങ്ങനെയാണ്. അടിപൊളിയാണ്. മൈക്രോ ഫൈബർ ആണ്. എത്രയോ കാലം നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇത്. അപ്പൊ ഇതും ഒന്ന് പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു, ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പൊ കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും നമ്മൾ സെയിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ കുറെ പേർക്കൊക്കെ ഇത് മേടിക്കാൻ കിട്ടാതെ ഉള്ളവർക്ക് മേടിച്ചോട്ടെ എന്ന് ഓർത്താം. അതായത് നമ്മളിപ്പം കിച്ചണിൽ എപ്പോഴും നമ്മുടെ കൈ നനഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ. നമ്മൾ എന്നാ ചെയ്യും, ഒന്നുകിൽ നമ്മുടെ നൈറ്റി അല്ലെങ്കിൽ നമ്മൾ ഇട്ടേക്കുന്ന ചുരിദാറയില് ഇങ്ങനെ അങ്ങ് തുടയ്ക്കും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ മുഴുവൻ കറയായിട്ട്, ഡ്രസ്സ് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷെ ഇവിടെ ഈ ഭാഗം മുഴുവൻ കറയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അല്ലെ അങ്ങനെയൊക്കെ ഭയങ്കര വൃത്തികേടല്ലേ. അല്ലെങ്കിൽ നമ്മൾ ആ നൈറ്റി ചുരിദാർ മുഴുവൻ പൊക്കിയിട്ട് അതിന്റെ അറ്റത്തങ്ങ് തുടയ്ക്കും. ഭയങ്കര വൃത്തികേട്. അത് ഒന്നാമത്തെ ഡ്രസ്സിന് സ്മെല്ല് പിടിക്കും, കറയും പിടിക്കും, പിന്നെ ആ ഡ്രസ്സേ കൊള്ളാതെ ആവും. പിന്നെ വേറൊരാൾ നമ്മളെ പെട്ടെന്ന് വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ നനഞ്ഞ് കുറെ ഭാഗം കുതിർന്ന് കുറെ ഭാഗം ചെല്ലിയായിട്ട് ഡിസൈനായിട്ട് ഇങ്ങനെ നമ്മുടെ ഡ്രസ്സ് നിൽക്കുന്നതാണെന്നും അവർക്ക് തന്നെ ഒരു ഉറപ്പ് തോന്നും, നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും. അപ്പൊ പിന്നെ അവരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിന് കൊളുത്തിയിടാൻ പറ്റുന്ന ഒരു കൊളുത്തുകൊണ്ട് കിച്ചണിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ മൈക്രോ ഫൈബർ ആണ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഒരിക്കലും നശിച്ചു പോകാത്ത മൈക്രോ ഫൈബറിന്റെ ആണ്. മൈക്രോ ഫൈബറിന്റെ ക്ലോത്താകുമ്പോൾ വെള്ളം നന്നായിട്ട് അബ്സോർവ് ആവും. അടിപൊളിയാണ്, വൃത്തിയാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ, വെരി യൂസ്ഫുൾ ആണ്, വിലയും കുറവാണ്. അതാണ് അതിന്റെ ഒരു ഗുണം. അപ്പൊ അടിപൊളിയായിട്ട്. പിന്നെ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ എന്ത് ടർക്കിയോ ടവലോ ഇനി ചവിട്ടിയാണേലും ബാക്കിയുള്ള ചവിട്ടികളൊന്നും യൂസ് ചെയ്ത് നോക്കിയേ എന്തൊരു ബാഡ് സ്മെല്ലായിരിക്കും. വെള്ളമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ ഫൈബർ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയേ ഒരു സ്മെല്ലും ഇല്ല, ഒന്നുമില്ല. കിച്ചണിലായിക്കോട്ടെ, ബാത്റൂം റൂമിലായിക്കോട്ടെ, റൂമുകളുടെ മുമ്പിലായിക്കോട്ടെ, മൈക്രോ ഫൈബറിന്റെ ചവിട്ടി നമ്മളിപ്പോ സെയിൽ ചെയ്യുന്ന വെള്ളം അബ്സോർവ് ചെയ്യുന്ന അതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ ഒരു ബാഡ് സ്മെല്ല് വീട്ടിലുണ്ടാവത്തില്ല. അങ്ങനെയാണ്. അപ്പൊ ഇതും അങ്ങനെ തന്നെയാണ്, ഒരു സ്മെല്ലും ഉണ്ടാവത്തില്ല, എന്തോരം നനഞ്ഞ് കുതിർന്നാലും അങ്ങനെയാണ്. അപ്പൊ ഇതും 1 2 എണ്ണം മേടിച്ചോളൂ. ഒരെണ്ണം കഴുകിയിടുമ്പോൾ ഒരെണ്ണം യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ഡിഫറെന്റ് കളറുകളുണ്ട്. പച്ചയുണ്ട്. കളർ നോക്കണ്ട കേട്ടോ, എനിക്ക് കൈ കിട്ടുന്ന എന്താണോ അത് ഞാൻ അയക്കും കേട്ടോ. എല്ലാം നല്ല കളറുകളാണ്. നീല വെള്ള റിലേറ്റഡ് ഒന്നും ഞാൻ എടുക്കത്തില്ല, എനിക്കറിയാലോ. ചെളിയായ അങ്ങനെ വെള്ളമായ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടാവരുത്. അപ്പൊ എല്ലാം നല്ല ഡാർക്ക് ബ്രൈറ്റ് കളറുകളാണ് എടുത്തേക്കുന്നത്. അപ്പം അടിപൊളിയായിട്ടുള്ള നീലയും പച്ചയും മഞ്ഞയും അങ്ങനെയൊക്കെയുള്ള അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് കൊളുത്തിയിടുകയും ചെയ്യാം. പിന്നെ ഇത്രയും വലിയതുമല്ലേ, അങ്ങനെയാണ്. പിന്നെ ഇതിപ്പോ കിച്ചൺ യൂസിന് മാത്രമല്ല കേട്ടോ, അല്ലാതെ ഒരു ടർക്കി ആയിട്ട് നമുക്ക് കുളിക്കാൻ പോകുമ്പോൾ വേണമെങ്കിൽ ടവലായിട്ട് യൂസ് ചെയ്യാം. ഇനി പല ട്രാവല് പോകുമ്പോൾ ഒന്ന് മുഖത്തുടയ്ക്കാനും ഒക്കെ, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരെ ഒന്ന് കുളിപ്പിച്ചിട്ടൊന്ന് തോർത്തണം, അങ്ങനെയുള്ള പർപ്പസിനൊക്കെ ഒരു ടവലായിട്ട് യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യുന്ന വാഷ് ബേസിന്റെ അടുത്തും പിന്നെ ഇത് കിച്ചണിലുമായിട്ട്. വാഷ് ബേസിന്റെ അടുത്ത് എനിക്ക് അത്ര യൂസ് ഇല്ല, അവിടെ ഞാൻ ഈ ഡ്രയറും കൂടി വെച്ചിട്ടുണ്ട്. ഹോട്ടലിലൊക്കെ കാണുന്ന, റെസ്റ്റോറന്റിലൊക്കെ കാണുന്ന ഡ്രയർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, എടാ എനിക്കത് വേണോടാ. അപ്പൊ നമ്മുടെ വാഷ് ബേസിന്റെ അടുത്ത് അവൻ അത് മേടിച്ച് വെച്ച് ഫിറ്റ് ആക്കി തന്നു. അടിപൊളി. ഇപ്പൊ പിന്നെ അത് പിന്നെ അവിടെ വാഷ് ചെയ്യുമ്പോൾ അവിടെ ഞാൻ അധികം വാഷ് ചെയ്യാറൊന്നുമില്ല, അച്ഛനും ഗസ്റ്റുകളും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ഞാനിപ്പോഴും സെക്കൻഡ് കിച്ചണിലാണ് എൻ്റെ പിന്നെ കൈയൊക്കെ കഴുകുന്ന അങ്ങനത്തെ സെറ്റപ്പൊക്കെ. അപ്പൊ ഞാൻ അവിടെ തന്നെ പിന്നെ ഒരു ടവൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ
നോർമൽ വാഷ് ബേസിന്റെ അടുത്താണെങ്കിൽ ഇതുപോലെ ഡ്രയർ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ റെസ്റ്റോറന്റ് കാണുന്ന നമ്മൾ ഇങ്ങനത്തെ ഡ്രൈ ചെയ്യുന്ന സാധനമുണ്ട്, അങ്ങനെ വെക്കും. അപ്പൊ അതിന്റെ സൗണ്ടും ചൂടും ഒക്കെ വരുമ്പോൾ ഒരു സുഖം. അത് കണ്ടപ്പോൾ ഒരു ഗതികാരൻ അങ്ങനെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങനെ. ഇത് പിന്നെ നമ്മളെ കിച്ചണിൽ, എനിക്ക് കിച്ചണിലാണ് ഏറ്റവും യൂസ്. ഫസ്റ്റ് കിച്ചണിൽ, സെക്കൻഡ് കിച്ചണിൽ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. എന്തുമാത്രം ഉപകാരമെന്ന്, അടിപൊളിയായിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആവശ്യമുള്ള ഒരു മൈക്രോഫൈബറിന്റെ ഈ ഒരു ക്ലോത്ത്. ഇത് കണ്ട അരികെല്ലാം അതേപോലെ സ്റ്റിച്ച് ചെയ്തേക്കണം. ഇത് പൊളിഞ്ഞു പോവോ പറഞ്ഞു പോവോ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. രണ്ട് വശവും യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണ്. അപ്പം ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ്. ആവശ്യമുള്ളവര് നേരെ വാട്സപ്പിലേക്ക് പറയാം കേട്ടോ. വാട്സപ്പില് വെബ്സൈറ്റിൽ അധികം പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും എനിക്ക് വാട്സപ്പിലേക്ക് പോരാൻ നിങ്ങളുടെ വിശേഷം പറയാം, എന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാം. ആ കൂടെ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ മേടിച്ചിട്ട് പോവുകയും ചെയ്യാം. അപ്പൊ നമുക്ക് കൊച്ചു വർത്താനം പറയുകയും ചെയ്യാം വാട്സപ്പിൽ കേട്ടോ. അപ്പൊ ശരി, അങ്ങോട്ട് പോരെ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ കുറെ പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം. പുതുതായിട്ട് വന്നതും പിന്നെ സ്റ്റോക്ക് ഇന്നായതും ഒക്കെ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. നമ്മുടെ കിച്ചണിലെ നമ്മുടെ സ്റ്റൗവിന്റെ അടുത്തൊക്കെ കഞ്ഞിവെള്ളമൊക്കെ വീണ് കിടപ്പുണ്ട്. ഞാനപ്പോ നമ്മുടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ക്ലീനിങ് വൈപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. കണ്ടോ കൂട്ടുകാരെ, ഇവിടെ എല്ലാം എന്താ കഞ്ഞി തിളച്ച് ചാടിയതാണ്. അതിന്റെ പാടുകളെല്ലാം പിടിച്ചെടുപ്പുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടോതാ ഇവിടെ ഇങ്ങനത്തെ ആദ്യം ഒരു അടപ്പ്, അത് ഇതാ ഇവിടെ ഒരു സീലിംഗ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ഇതുപോലെ ഇങ്ങനെ നമ്മൾ എടുക്കുക. ഒരു വൈപ്പ് ഈ ടിഷ്യൂ, ഇത് നല്ല വെറ്റാണേ. പിന്നെ ഇതിന് നല്ലൊരു സ്മെല്ലും ആണ്. ഒരു ചെറുനാരങ്ങ. അപ്പൊ തന്നെ നമ്മൾ ഇതങ്ങ് സീൽ ചെയ്ത് അടച്ചു വെച്ചേക്കണം കേട്ടോ. ഇത് നമ്മൾ അടച്ച് സേഫ് ആയിട്ട് അങ്ങനെ വെച്ചു. അത് മാറ്റാം, ഒരെണ്ണം മതി. അടുതാ ഈ ഒരു സാധനമാണ് ടിഷ്യൂ പോലെ തന്നെ. വേണമെങ്കിൽ നമുക്ക് ഗ്ലൗസ് ഇടണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഇത് കണ്ടോണം, ഇതൊക്കെ പോണോണ്ടോ. ഇത്രയും വലിയ കറയല്ലേ ഇത്. കറ മീൻസ് ഈ കഞ്ഞിവെള്ളമൊക്കെ വീണ് കിടക്കുന്ന അതല്ലേ. പക്ഷെ അത് കണ്ടോ, ജസ്റ്റ് ഒന്ന് തുടയ്ക്കുമ്പോഴത്തേക്കും അതെല്ലാം പോണോണ്ട് എന്ത് വൃത്തിയായിട്ട് നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാൻ. നോക്കി ഇങ്ങനെ ഒരേ വശം ഓരോന്നും അതേപോലെ ഓരോന്നും പോണോണ്ടോ. ജസ്റ്റ് വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് അടിപൊളിയായിട്ട് പോകും കേട്ടോ. എന്ത് നന്നായിട്ട് അത് പോണേന്ന് നോക്കി. ഇതാണ് നല്ല തണുപ്പുവാ. പിന്നെ ഇതില് ഒരു ചെറുനാരങ്ങയുടെ സ്മെല്ല് വരുന്നുണ്ട്. ചെറുനാരങ്ങയുടെ നീരാണ് ഇതിൽ ഒഴിച്ചേക്കുന്നതെന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. അപ്പൊ അടിപൊളിയാണ്. എന്തായാലും ടോക്സിക് അങ്ങനെയൊന്നും അല്ല. ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ടിഷ്യൂ ആണ്. ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന അല്ല കേട്ടോ. ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ. ഇത് നമ്മൾ വൈപ്പ് ചെയ്തിട്ട് അങ്ങ് കളയണം. പക്ഷെ എന്നാലും എളുപ്പമല്ലേ. നമ്മൾ പിന്നെ ഒരു ടവലെടുത്ത് അത് കഴുകി ഉണങ്ങാൻ നടക്കണം. പിന്നെ ഓയിലും അത് ഇതൊക്കെ ആകുമ്പോൾ ഒരു ബാഡ് സ്മെല്ലും ആകും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയായിട്ട് കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് എടുക്കാൻ പറ്റി. ആ ഒരു കഞ്ഞിവെള്ളത്തിന്റെ പിന്നെ കറി വെച്ചതിന്റെ ഓയില് എണ്ണ അതെല്ലാം അങ്ങ് മാറിക്കിട്ടും. അടിപൊളിയായിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് എടുക്കാം. പിന്നെ ആദ്യം തുടക്കണമായിരുന്നല്ലേ. ഇനിയിപ്പോ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇവിടെ എന്തെങ്കിലും കറയോ ചെളിയോ അങ്ങനെയൊക്കെ വീണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഞാനതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കിച്ചൺ ക്ലീനർ ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര കറയൊക്കെ ആണെങ്കിൽ ഇതൊരു തരം ഫ്രോത്ത് ആണ്. ഇതുണ്ടോ, ഇത് ഇതുപോലെ അങ്ങനെ ഒഴിക്കും. എന്നിട്ട് പിന്നെ ക്ലീൻ ആക്കും. ഇത് ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ എന്നിട്ട് നമുക്ക് ഇതുപോലെ അതുകൊണ്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഈ പ്രൊഡക്റ്റ് എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. ഇതിനും ഒരു ബാഡ് സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല. വേറെ ഇതിപ്പോ നനഞ്ഞില്ലേ ഓൾറെഡി, വേറെ ഒരെണ്ണം കൂടി എടുക്കാം. ഇതൊക്കെ യൂസ് ചെയ്യാൻ നേരത്തെ നമുക്കിതാ ഇതുപോലെ ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. മൈക്രോഫൈബറിന്റെ അതിന്റെ ഒരു ക്ലോത്ത് ആണ്. അങ്ങനത്തെ എടുക്കും. എന്നിട്ട് ഞാനിത് ഇങ്ങനെ വൈപ്പ് ചെയ്യും. ഇത് നമുക്ക് കഴുകി ഉണങ്ങി എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് അങ്ങനെ ക്ലീൻ ചെയ്യാം. അപ്പൊ ഇതിൽ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾ മേടിച്ചോളൂ. അടിപൊളിയാ. ആ വൈപ്പ് ചെയ്യുന്ന സാധനമാണെങ്കിലും കറയെല്ലാം പോകും. അത് പിന്നെ ഒരേ വട്ടം ഒരേ ടിഷ്യൂ എടുത്ത് വൈപ്പ് ചെയ്തിട്ട് അങ്ങനെ എടുക്കണം. ഇത് കണ്ടോ, അടിപൊളിയായില്ലേ. ഇത് പിന്നെ കഴുകിയെടുക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ പ്രൊഡക്റ്റ് അടിപൊളിയാണ്. ഇത് ആവശ്യമുള്ളത് ഇപ്പൊ തന്നെ വാട്സപ്പിലേക്ക് പോരെ കേട്ടോ. 80 എണ്ണമാണ് ഇത്. 80 എണ്ണമാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഒത്തിരി നാളെ നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ടേബിളൊക്കെ തുടയ്ക്കാനാണ് ഈ ഒരു ഡിസ്പോസിബിൾ ടിഷ്യൂ ഭയങ്കര ഉപകാരമാവുന്നത്. ഒന്ന് നനച്ചിട്ട് കൊണ്ടുവരിക. നമ്മൾ ഇവിടെ എല്ലാം ടേബിളെല്ലാം തുടയ്ക്കുക. വീണ്ടും ഇത് കഴുകി അങ്ങോട്ടേക്കുക. പിറ്റേ ദിവസം ഉണങ്ങി കിട്ടും. അപ്പൊ ഒരെണ്ണം എടുത്താൽ തന്നെ എത്ര നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഉപകാരം.
അപ്പൊ കണ്ടല്ലോ കൂട്ടുകാരെ, എന്തുമാത്രം ഉപകാരം അല്ലെ ഇത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിത് മേടിച്ചില്ലേ, വൻ നഷ്ടമല്ലേ എന്ന്. അപ്പൊ നമ്മുടെ ഓരോ പ്രോഡക്റ്റുകളും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാം വെരി യൂസ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് കൊതി തോന്നുന്ന, മേടിച്ചില്ലേ നഷ്ടം എന്ന് തോന്നുന്ന, പിന്നെ നമ്മൾ ആലോചിച്ച് പിടിച്ചു വരുമ്പോഴത്തേക്ക് തീർന്നു പോകുന്ന അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇപ്പൊ തന്നെ എനിക്കൊരു ഹായ് വിട്ടോളൂ. പിന്നെ നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ ഒന്നെങ്കിൽ കാറ്റലോഗിൽ കയറിയിട്ട് നേരിട്ട് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് പ്ലേസ് ഓർഡർ എന്ന് കൊടുക്കുക. അപ്പൊ പേ ചെയ്യാൻ ചോദിക്കത്തില്ല, പ്ലേസ് ഓർഡർ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ബില്ലായി അങ്ങനെ കാണിക്കത്തേ ഉള്ളൂ ആ രീതിയിൽ. അപ്പൊ എനിക്ക് മെസ്സേജ് വിടുക, അപ്പൊ ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഹായ് വിട്ടോളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാം. വേണ്ട പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കാം, പോകാം, നമുക്ക് അവിടെ വേണ്ട. അപ്പൊ ശരി, ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ ബൈ. എല്ലാ സാധനം പൊട്ടിച്ചോളയ എന്റെ, എന്തുവാ ഇങ്ങനെ കുഞ്ഞേ, ഒരു സാധനം പോലും ഇടാൻ പറ്റത്തില്ല. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചൊരു നല്ല പാന്റാണേ, നോക്ക്, അതിപ്പോ പൊട്ടിക്കും. അതെല്ലാം മുട്ട, അതിപ്പോ എല്ലാം ഇരുന്ന് ഇത് എടുക്കാനേ പറ്റത്തില്ല. ഇതാണെങ്കിൽ ഫുൾ ടൈം എന്റെ മേത്തിരിക്കും വേണം. രാവിലെ മുഴുവൻ തോളയില്, എന്നിട്ട് തോളയിൽ ഇരുന്ന് വർത്താനം പറയലും, എന്റെ കൂടെ ചപ്പാത്തി തിന്നലും, ഇഡ്ഡലി തിന്നലും, ചോറ് തിന്നലും, മീനും ചിക്കനും എല്ലാം കഴിക്കുന്ന തത്തുകുഞ്ഞ. ഇത് ഈ ചായയും വേണം അതിന്. അപ്പൊ ഞാൻ അതിന് വേറെ നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്, അതിലേക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ എടുത്ത് തിന്നും. ചോറും കറിയും മീൻകറിയും ഒക്കെ കഴിച്ചോളെ. ഉച്ച വരെ അത് ഇങ്ങനെയാണ്. ഉച്ച കഴിയുമ്പോൾ മുതൽ പിന്നെ അതിനെ കെട്ടിപ്പിടിച്ചിരിക്കണം. അതാണ് അന്തരീക്ഷം മാറുമ്പോൾ മുതൽ അതിന്റെ സിറ്റുവേഷൻ മാറും. അതിനെല്ലാം സെൻസ് ചെയ്യാൻ അറിയാലോ, പക്ഷികളല്ലേ. അത് കഴിയുമ്പോൾ അതിന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പമ്പിരിക്കണം. ചൂടൊക്കെ കൊണ്ട് ഞാൻ കെട്ടിപ്പിടിച്ച് ഇടയ്ക്ക് ഇങ്ങനെ കണ്ണു നോക്കിയിട്ട് ഇങ്ങനെ നോക്കും അങ്ങനെ. അപ്പൊ നമ്മൾ ഈ കൈ അനക്കാൻ പാടില്ല, ഇവിടെ തന്നെ. ഇതാണ് അതിന്റെ ഒരു കൂട്, നെസ്റ്റ് ആയിട്ട് വെച്ചേക്കണത്. ഒന്നെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കുഞ്ഞു പിള്ളേര് അമ്മമാരെ ഇങ്ങനെ ഇലയിലെടുത്ത് വെച്ചേക്കും പോലെ ചൂടൊക്കെ കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനിങ്ങനെ ചൂടത്ത് തല മാത്രം പൊക്കി ഇങ്ങനെ നോക്കി ഇവിടെ ഇങ്ങനെ പമ്പിരിക്കണം. അപ്പൊ നമ്മൾ ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അതിനാ ഇവിടെ കൈയെടുത്ത് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കടന്ന് ബഹളം വെക്കും. അമ്മ അതിന് കൈ അടക്കല്ലേ, എനിക്കിവിടെ ഇരിക്കണം എന്ന് പറയും. ഇത് ഇവിടെ നൂട്ട് കയറി അവിടെ പോയിരിക്കും. പിന്നെ കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഇതിനിങ്ങനെ മേത്തോട്ട് വെക്കണം. എന്നിട്ട് ഇവിടെ അത് മുൻവശമൊക്കെ ആയിട്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ ഈ കൈ ഇങ്ങനെ വെച്ച് ഓട് നടന്നോ ഒറ്റ കൈ കൊണ്ട് ഞാൻ ജോലി ചെയ്തോണം. അതിന് കാഴ്ചയൊക്കെ കണ്ട് എന്റെ കൂടെ ഇവിടെ ഇരിക്കണം. കുഞ്ഞു പിള്ളേര് അമ്മമാര് എളിയിലിരിക്കാന്ന് പറയില്ല, അങ്ങനെ ഒക്കെ തിരിക്കാൻ പോലെ അങ്ങനെ ഇരുന്നിട്ട് കാഴ്ച കാണും. ഇവിടുന്ന് മാറ്റാൻ പാടില്ല, ഞാൻ ഇതിനിങ്ങനെ പിടിച്ചോണം. അങ്ങനെ എന്നിട്ട് ഒറ്റ കൈ കൊണ്ട് ജോലിയൊക്കെ ചെയ്തോളാം. അങ്ങനെയാണ് ഇതിന്. സമയം വൈകുന്നോറും ഇതിനിങ്ങനെയാണ്. പിന്നെ ഒരു 5-6 മണി കഴിഞ്ഞ് ഇരുട്ടായി കഴിഞ്ഞാൽ ഒട്ടനെ അതിനൊരു കൂടുണ്ട്. അതിനകത്ത് തൊപ്പിക്കകത്ത് അതിനെ പൊതിഞ്ഞ് തൊപ്പി കാണിക്കോട്ടെ അതിനകത്ത് ഇങ്ങനെ കയറി കിടന്നോളൂ. പിന്നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നേരം വെളുക്കണ വരെ ഇവിടെ എന്ത് സംഭവിച്ചാലും അത് അതിന്റെ ഹെൽത്ത് കോൺഷ്യസ്, അത് കിടന്നുറങ്ങിക്കൂടും. അങ്ങനെയാണ്. നേരം വെളുക്കുമ്പോഴത്തേക്കും എന്റെ ഒപ്പം ചാടി എണീക്കും. അങ്ങനെയാണ്. എണീറ്റോ അമ്മ എണീറ്റോ എന്നുള്ള വേണ്ടി തലമൊക്കെ നോക്കിയിട്ട് ഒട്ടാനെ എണീറ്റ് എന്റെ അടുത്ത് വരും. അങ്ങനെയാണ്, പറന്നു വരും. അങ്ങനെയാണ് ഇപ്പൊ. അങ്ങനെ പിന്നെ അതിന് വേറെ സെപ്പറേറ്റ് കൂടുണ്ട്. അതിന്റെ ടോയ്ലറ്റ് പർപ്പസിനൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് കൂടുണ്ട്. അവിടെ കൊണ്ടിരുത്തിയാൽ എനിക്കറിയാം എണീറ്റ് വരുമ്പോ തന്നെ അതൊക്കെ സാധിക്കണം. അങ്ങനെ കൊണ്ടുവച്ച് പിന്നെ എന്റെ കൂടെ കിച്ചണില്. പിന്നെ ഇത് റുട്ടീനാ, രാവും പകലും എന്റെ കൂടെയാണിത്. ഒരു രക്ഷയില്ലാട്ടോ. മനുഷ്യക്കുഞ്ഞ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ ശരി കൂട്ടുകാരെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.